ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന ഭാഗം യോവേൽ പ്രവചനം 2-ാം അധ്യായം 13-ാം വാക്യമാണ്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. ദൈവത്തിന് സ്തോത്രം. യോവേൽ പ്രവാചകൻ ഇസ്രായേലിനോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പാപത്തെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുവീൻ എന്നാണ് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടും യോവേൽ പ്രവചനത്തിൽ യഹോവയുടെ ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യഹോവയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസമല്ലാതെ യഹൂദ ജനത്തിന് വരാനിരിക്കുന്ന ന്യായവിധിയുടെ സമയമാണ്. ദൈവത്തോട് ചേർന്ന് നടന്നില്ലെങ്കിൽ, ദൈവത്തെ അനുസരിക്കാതെ അന്യദൈവങ്ങളുടെ പുറകെ പോകുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ദൈവത്തിൻ്റെ ശിക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ദൈവശിക്ഷയും അല്ലെങ്കിൽ ന്യായവിധിയും ഒക്കെ ആയിരുന്നു പ്രവാസത്തിലേക്ക് അവരെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ അന്യ രാജ്യങ്ങൾ അവരെ ആക്രമിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ പലവിധമായ ജഡ്ജ്മെൻറ്റ്, ന്യായവിധി അവരുടെ മേലുണ്ടായിട്ട് പോലും അവർ ദൈവത്തോട് പൂർണ്ണമായി ചേർന്ന് വരുവാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാതെ മറ്റുള്ള ജാതികളുടെ ദൈവത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവമല്ലാത്തവയുടെ പുറകെ പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അവർക്ക് ന്യായവിധി നടത്തും. ന്യായവിധി നടത്തുക എന്ന് വച്ചാൽ അത് ഒരു ചെറിയ കാര്യമല്ല, വലിയ മഹോപദ്രവം എന്നാണ് വചനത്തിൽ പറയുന്നത്. മഹോപദ്രവം എന്ന് പറയുന്നത് ഒരു ദിവസമൊന്നുമല്ല. യഹോവയുടെ ദിവസം എന്ന് പറയുമ്പോൾ ഒരു ദിവസമല്ല, അനേക വർഷങ്ങൾ, ഏകദേശം 7 വർഷങ്ങളോളമുണ്ട് അവരെ ശത്രു പീഡിപ്പിക്കുവാൻ ദൈവം ഇടയാക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ യഹൂദ ജനത്തിന് മുന്നറിയിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിലും അവർ ദൈവത്തിലേക്ക് തിരിയാതെ, ദൈവസ്നേഹത്തെ കണക്കാക്കാതെ മാറിപ്പോയ ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ പ്രവാചകനിൽ കൂടെ ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് ഇത്. ബാഹ്യമായ നിങ്ങളുടെ വിലാപമോ പ്രകടനങ്ങളോ ഒന്നുമല്ല എനിക്ക് കാണേണ്ടത്. നിങ്ങൾ വാസ്തവമായി അനുതപിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ പാപപ്രവർത്തികളെ വിട്ടുതിരിഞ്ഞ് നിങ്ങൾ എങ്കിലേക്ക് തിരിയുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ ശിക്ഷിക്കുകയില്ല. ഞാൻ ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമാകയാൽ ഞാൻ നിങ്ങൾക്ക് വരുത്താനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് അനുതപിക്കും എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതായത് ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ ജനം, അതായത് ഇസ്രായേൽ ജനതയെ തൻ്റെ സ്വന്തം ജനമായിട്ടാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അവരിൽ നിന്നും സ്നേഹവും ബഹുമാനവും ഭക്തിയും ഒക്കെ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവരത് ചെയ്തില്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ന്യായവിധി ഉണ്ടാകും. അപ്പം ന്യായവിധിയെ ഒഴിഞ്ഞു പോകാനായിട്ട് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അവരവരുടെ പാപത്തെ വിട്ട് പാപം ചെയ്തതിൽ ദുഃഖിക്കുകയും ദൈവത്തോട് അവരുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ഒക്കെ ചെയ്യണമെന്നുള്ള കാര്യമാണ്, അവർ മനസ്താപപ്പെടണമെന്നുള്ള കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതായത് ആ വലിയ കോപ ദിവസത്തെ ഒഴിഞ്ഞു മാറണമെങ്കിൽ അവർ ദൈവത്തിലേക്ക് മടങ്ങി വരണം, വാസ്തവമായി മടങ്ങി വരണം. അതാണ് ഹൃദയങ്ങളെ തന്നെ കീറുക. ബാഹ്യമായ ഒരു വിലാപമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹൃദയങ്ങളെ, അത് നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ അവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായം 30 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അതായത് പുതിയ നിയമത്തിലും അതുതന്നെയാണ്. കൃപയാലെയാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാലും നാം ചെയ്തു
പോകുന്ന പാപങ്ങളെക്കുറിച്ച് നാം അനുതപിക്കുകയും ദൈവത്തോട് അത് ഏറ്റുപറയുകയും മനസ്താപപ്പെടുകയും വേണമെന്നുള്ള കാര്യമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ 1 യോഹന്നാൻ 2:1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. അപ്പം ഇവിടെയും എന്താണ് പറയുന്നത്? കൃപായുഗമാണ്. ശരി, നാം ഏതു വിധത്തിലും ജീവിക്കാമെന്നാണോ അതിൻ്റെ അർത്ഥം? കൃപയാലേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവുള്ളവരായി, കർത്താവിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും പാപത്തിൽ നിന്നൊഴിഞ്ഞ് ജീവിക്കണമെന്നാണ് നാം ഇവിടെ വായിച്ചത്. ഇനി പാപം ചെയ്തു പോയാലോ നിങ്ങൾ എന്ത് ചെയ്യണം? നാം ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് അടുത്തു വരണം. എന്നിട്ടോ അപ്പോൾ കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് താൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു, നമുക്ക് വേണ്ടി വാദിക്കുന്നു, നമ്മെ അനുരഞ്ജനപ്പെടുത്തി ക്രൂശിലൂടെ എങ്കിൽ തന്നെയും വീണ്ടും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ, നിന്നെ പ്രീതിപ്പെടുത്തുന്നവരായി വിശ്വാസത്തോടെ ജീവിക്കുവാൻ നീ ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ചെയ്ത മഹായാഗവും കർത്താവേ, നിൻ്റെ പുനരുത്ഥാനവും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മയുടെ അടയാളങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, നിൻ്റെ കൃപയിൽ ജീവിപ്പാൻ, നാൾതോറും വിശുദ്ധിയെ പുതുക്കിക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ആത്മാവിൻ്റെ പുതുക്കമുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.